ഇതാരാണ് നോക്കിയേ? ഹായ്, ഇത് ആരാ? നമ്മൾ പഠിച്ചില്ലേ? ദേ ഇവിടെ നോക്ക്, ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കണം. ഇവിടത്തേക്ക് നോക്കിയേ, ഇതാരാ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ. ഇത് ആരാന്നൊന്ന് പറയാൻ പറ്റുമോ? നോക്കിയേ, ഒന്നോർത്ത് നോക്കിയേ. ദേ ഇവിടേക്ക്, ഇവിടെ തന്നെ നോക്കണം. എന്താ ഇത്? ഒന്ന് പറഞ്ഞേ, ആരാ ഇത്? ഓർമ്മയില്ലേ? ആരാ? ആരാ? പപ്പി. വെരി ഗുഡ്. ഇത് നമ്മുടെ പപ്പി. ഈ പപ്പിക്ക് ഒരു പേരുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടീച്ചർ പറഞ്ഞു തന്നല്ലോ നിങ്ങൾക്ക്. എന്തായിരുന്നു പപ്പിയുടെ പേര്? എന്തായിരുന്നു? ബ്രൂണോ. വെരി ഗുഡ്. ഇത് നമ്മുടെ ബ്രൂണോ. നമ്മുടെ ബ്രൂണോ എന്ന് പറയുന്ന പപ്പി. ഇപ്പൊ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ? ഒരാളും കൂടി ഉണ്ടല്ലോ, ഈ ബ്രൂണോടെ ഒരു ഫ്രണ്ട്. ആരായിരുന്നു അത്? ആരായിരുന്നു? ആരാത്? ഒന്ന് ഓർത്ത് നോക്കിയേ, ടീച്ചർ കാണിച്ചു തരാം. ദേ ബ്രൂണോയുടെ ഫ്രണ്ട് വരുന്നുണ്ട്. ഇതാ, ഇതാരാ? ഇത് നമ്മുടെ ബ്രൂണോ. ഇത് ബ്രൂണോയുടെ ഫ്രണ്ട്. ഫ്രണ്ടിന്റെ പേരെന്താ? ഫ്രണ്ടിന്റെ പേരെന്താ? ഈ ഫ്രണ്ടിന്റെ പേരെന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എന്താ പറഞ്ഞേ? ഒന്ന് ഓർത്ത് നോക്കിയേ, എന്താ ഈ ഫ്രണ്ടിന്റെ പേര്? എല്ലാരും കണ്ടോ? കണ്ടോ ഫ്രണ്ടിനെ? എന്താ പേര്? ആ, സച്ചിൻ. വെരി ഗുഡ്. ഫ്രണ്ടിന്റെ പേര് സച്ചിൻ. ഇത് ബ്രൂണോ, ഇത് സച്ചിൻ. ഇവര് രണ്ടുപേരും നല്ല ആരായിരുന്നു? ആരായിരുന്നു? പറ കേക്കട്ടെ, ആരായിരുന്നു? ഫ്രണ്ട്സ്. വെരി ഗുഡ്. ഇവര് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നല്ലേ? വെരി ഗുഡ്. ഈ പപ്പീനെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? നമുക്ക് ഇന്നൊരു പപ്പീനെ ഉണ്ടാക്കിയാലോ? മക്കളെല്ലാരും പസിൽസ് ചെയ്യാറുണ്ടോ? ഇവിടെ കുറെ ചിത്രങ്ങളുടെ കഷ്ണം കഷ്ണാക്കാതെ യോജിപ്പിച്ചൊരു ചിത്രാക്കാറുണ്ടോ? ഇന്ന് അതുപോലെ ഒരു പസിൽ വെച്ചിട്ട് ഇതുപോലെയുള്ള പപ്പീനല്ല, ദേ ഈ പപ്പീനെ കണ്ടോ എല്ലാരും? നല്ല പപ്പിയല്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ പപ്പീന? നോക്കി, നല്ല നാവൊക്കെ ആയിട്ടുള്ള ഒരു പപ്പി. ഈ പപ്പീനെ നമുക്കിന്ന് ഉണ്ടാക്കാം പസിൽസ് ഉപയോഗിച്ചിട്ട്. ടീച്ചർ ഈ പപ്പീന കുറെ കഷ്ണങ്ങളാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെ യോജിപ്പിച്ച് ഇതുപോലൊരു പപ്പീനെ ആക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാവരും ടീച്ചറെ ശ്രദ്ധിക്കണേ, എവിടെയാ പോകരുത്. ഇവിടെ തന്നെ ഇരുന്ന് ടീച്ചർ എന്താ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. എന്നിട്ട് മക്കളത് ചെയ്ത് കാണിക്കേണ്ടതാണ്. ശ്രദ്ധിക്കുമല്ലോ എല്ലാരും? ഈ പപ്പീനെ എല്ലാരും കണ്ടല്ലോ. ഇതുപോലത്തെ ഒരു പപ്പീന നമ്മൾ പസിൽസ് ആയി ചെയ്യാണ്. നോക്കാം എങ്ങനെ ചെയ്യുന്നത്. ദേ ടീച്ചറെ ആദ്യം എന്റെ കഷ്ണങ്ങൾ കാണിച്ചു തരാം. ഇതേതാ പപ്പിയുടെ ഏത് ഭാഗം? ഇത് ഒന്ന് നോക്കിയ എല്ലാരും, ഏത് ഭാഗ? ഇത് പപ്പിയുടെ തലയാണല്ലേ? ഇതിൽ ഏതൊക്കെയുണ്ട്? എന്റെ കണ്ണുണ്ട്, രണ്ട് ചെവിയുണ്ട്, ഒരു കുഞ്ഞു നാവുണ്ട്, മൂക്കുണ്ട്. നമ്മുടെ കണ്ണിന് എന്താ ഇംഗ്ലീഷിൽ പറയാ? ഐ. രണ്ട് കണ്ണാവുമ്പോ ഐസ്. ടു ഐസ് ഉണ്ട്. ഒരു നോസ് ഉണ്ട്. എന്താ? മൂക്ക്. മക്കളെ മൂക്കിലെ തൊട്ടേ എല്ലാരും? എല്ലാരും നോസും തൊട്ടേ. നോസ്. എല്ലാരും കണ്ണിൽ തൊട്ടേ. ഐ ഏതാ? ഐ. വെരി ഗുഡ്. നല്ല മക്കളെല്ലാരും. ചെവി, ഇയർ. എല്ലാവർക്കും ചെവിയില്ലേ? ഇയർ ഇല്ലേ? തൊട്ടേ. ഇയർ. ടീച്ചർ തൊട്ടേ കാണിക്കാം. ടീച്ചറിന്റെ നോസ്, ടീച്ചറിന്റെ ഐ, ടീച്ചറിന്റെ ഐസ്, ടീച്ചറിന്റെ ഇയർ, ടീച്ചറിന്റെ ടാങ്ക്. ഇനി മക്കളെല്ലാരും കാണിച്ചേ. ഐസ് എവിടെയാ? ഒന്ന് ചോടാം. ഐ. നോസ്, നോസ്. ഇയർ, ടാങ്ക്. എല്ലാരും തൊട്ടല്ലോ. അപ്പൊ നമ്മുടെ പപ്പിയുടെ നോക്കാം. 2 eyes,
ഇതെന്താ? ഇത് പപ്പിയുടെ വാലല്ലേ? ഇത് ടീച്ചർ ഒട്ടിച്ച് വരുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. ഇത് പപ്പിയുടെ വാല്. എന്ത് പറയും? ടെയിൽ. ടെയിൽ. പപ്പിയുടെ വാല്. ഇനിയോ ഇതെന്താ മക്കളെ? രണ്ട് കാല്. എന്താ? ടു ലെഗ്സ്. പപ്പിക്ക് എത്ര കാലുണ്ട്? രണ്ട് കാലേ ഉള്ളൂ. നിങ്ങളുടെ വീട്ടിലെ പപ്പിക്ക് രണ്ട് കാലേ ഉള്ളൂ. എത്ര കാലുണ്ട്? നാല് കാലുണ്ടല്ലേ? അപ്പൊ ബാക്കി രണ്ട് കാലം എവിടെ പോയി? നോക്കട്ടെ ടീച്ചറിന്റെ കയ്യിലുണ്ടോന്ന്. ദേ ഉണ്ട്. അപ്പൊ എത്ര കാലായി? നാല് കാലായല്ലേ? 4 legs. പിന്നെ ഒരു ഭാഗം കൂടെ വേണല്ലോ. ഇതെന്താ? ഇത് പപ്പിയുടെ ബോഡിയുടെ ഭാഗമാണ്. ഇതൊട്ടിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാ പപ്പി ആവുന്നതെന്ന്. നമുക്ക് ഒട്ടിക്കാം. ആദ്യം നമുക്ക് പപ്പിയുടെ തലഭാഗം ഒട്ടിക്കാം. ഒട്ടിക്കാണ് ടീച്ചർ ഇവിടെ. പപ്പിയുടെ തല നമ്മൾ ഒട്ടിച്ചു. ഇനി എന്ത് ചെയ്യാം? പപ്പിയുടെ ബോഡി ഭാഗം ഇത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് കൃത്യമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് മനസ്സിലാവുള്ളൂ പപ്പി ആയോ എന്നുള്ളത്. പപ്പിയുടെ ബോഡി ഭാഗമായി. ഇനിയോ പപ്പിയുടെ ബോഡിയുടെ പകുതിയില്ലല്ലോ. ഇത് വേണ്ടേ? അതും വാലും കൂടെ ഇവിടെ ചേർത്ത് വെക്കാം. ഇനി എന്ത് വേണം? പപ്പിയുടെ കാല് വേണം. പപ്പിയുടെ കാല്. രണ്ട് കാലല്ലേ ഉള്ളൂ. ഇനി രണ്ട് കാലും കൂടെ വേണല്ലേ? ആ രണ്ട് കാലും കൂടെ നമുക്ക് ഇവിടെ വെച്ചു കൊടുക്കാം. നോക്കിയേ, നമ്മുടെ പപ്പി റെഡിയായില്ലേ? നമ്മുടെ പപ്പിയുടെ തലയായി, നാല് കാലായി, വാലായി, പപ്പിയുടെ ബോഡിയായി അല്ലേ? ഇതുപോലെ മക്കളും പപ്പിയും ഉണ്ടാക്കോ? ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മക്കളും പപ്പിനെ ഉണ്ടാക്കൂലേ? അപ്പൊ നമ്മുടെ പപ്പിയുടെ പസിൽ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചു വെച്ചല്ലേ? നമ്മൾ ആദ്യം കാണിച്ചില്ലേ? ഈ പപ്പിയാണ് നമ്മള് മുറിച്ചിട്ട് പസില് രൂപത്തിലാക്കിയിട്ട് ഇവിടെ ഒട്ടിച്ചു വെച്ചത്. ഈ പപ്പിയെ നോക്കിയേ, ഈ പപ്പിയുടെ തലഭാഗം ഇത് നമ്മള് ആദ്യം ഒട്ടിച്ചു വെച്ചു. പപ്പിയുടെ രണ്ട് കാല്, രണ്ട് ലെഗ്സ്, 2 legs അത് ഇവിടെ വെച്ചു. പപ്പിയുടെ ബോഡി ഭാഗം ഇവിടെ വെച്ചു. പിന്നെന്താ? പപ്പിയുടെ അടുത്ത രണ്ട് കാല് ഇവിടെ വെച്ചു. പപ്പിയുടെ കാല്, ടെയിൽ ഇവിടെ. എന്തൊക്കെ ഭാഗങ്ങളാണെന്ന് നമുക്ക് പറഞ്ഞു നോക്കാം അല്ലെ? പപ്പിയുടെ 2 eyes, nose, tongue, 2 ear, രണ്ട് കണ്ണ്, രണ്ട് ചെവി, ഒരു മൂക്ക്, ഒരു കുഞ്ഞു നാവ് അല്ലേ? പിന്നെ 2 legs ഇവിടെ ഉണ്ട്, 2 leg ഇവിടെ ഉണ്ട്. അപ്പൊ എത്ര ലെഗാ പപ്പിക്ക്? 4 legs. ഈ പപ്പി നോക്കിയേ, കാണിച്ചേട്ടെ. ഇതാ പപ്പിയുടെ ഐ. 1 2 2 eyes. 1 2 2 ear. 1 nose. Eyes, ear, nose, leg. ദാ പപ്പിയുടെ ലെഗ്. എത്ര ലെഗ് ഉണ്ട്? 1 2 3 4 leg. ഇതെന്താ? ടെയിൽ. എത്ര ടെയിൽ ഉണ്ട്? ഒന്നല്ലേ? രണ്ട് കണ്ണ്, ഒരു മൂക്ക്, രണ്ട് ചെവി, 4 കാലുകള്, ഒരു വാല്. 2 eyes, nose, 2 ears, legs. എത്ര ലെഗ്? 4. 1 2 3 4 legs, 1 tail.
കാല്, പപ്പിയുടെ വാല്. 2 eyes, 2 ears, 1 nose, 4 legs. ഇതുപോലെ തന്നെ ഇല്ലേ? 2 eyes, nose, 2 ears, 4 legs and tail. അപ്പൊ ഓക്കേ അല്ലേ? ഇനി മക്കൾ എന്ത് ചെയ്യണം? ഇതുപോലെ ടീച്ചർ ഇതാ ഒരു കാറ്റ് കണ്ടോ ഉണ്ടായത്? എല്ലാവരുടെ വീട്ടിലുണ്ടോ ഇത്? പൂച്ചക്കുട്ടി ഉണ്ടോ? ആരുടെ വീട്ടിലൊക്കെ അല്ലേ? ഒന്ന് കൈ നോക്കിയേ. അധികം ആളുടെ വീട്ടിലും ഉണ്ടല്ലേ? ഇതെങ്ങനെ കരയുന്നേ? പൂച്ചയുടെ കരയുന്നേ? മിയാവ് അല്ലേ? വെരി ഗുഡ്. നമുക്ക് നമ്മുടെ പട്ടിനെ ആക്കിയ പോലെ, നമ്മുടെ പപ്പിക്കുട്ടിനെ ആക്കിയതുപോലെ നമ്മുടെ പൂച്ചേനെ ഒന്ന് പസിൽ ചെയ്യാം. ടീച്ചർ എങ്ങനെയാ പസിൽ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ മക്കള് വീട്ടിൽ നിന്ന് ചെയ്യല്ലോ. രക്ഷിതാക്കളെ കൂടെ കൂട്ടിയിട്ട് ഇതുപോലെ മുറിച്ചിട്ട് പസിൽ ചെയ്യണേ. ടീച്ചർ കാണിച്ചു തരാം എങ്ങനെയാ മുറിക്കുന്നത്. കാറ്റിന്റെ ഭാഗം ടീച്ചർ മുറിച്ചു കളഞ്ഞിട്ടുണ്ട്, വേണ്ടാത്ത ഭാഗം. ഇതിന് നമുക്കൊരു പസിൽ ചെയ്യാം. നമ്മുടെ പപ്പീനെ ചെയ്തതുപോലെ ഇത് നമുക്കൊരു പസിൽ ചെയ്യാം. ഇതെങ്ങനെയാ മുറിക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് കാറ്റിന്റെ തലഭാഗം മുറിച്ചെടുക്കാം. കണ്ടല്ലോ, ഇതെന്താ? കാറ്റിന്റെ തലഭാഗമായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബോഡിയുടെ പകുതിയും 2 കാലും കൂടി ഒരു ഭാഗമാക്കാം. കണ്ടല്ലോ. ഇനി എന്താ ബാക്കിയുള്ളേ? ബോഡിയുടെ പകുതി ഭാഗവും ഒരു വാലും. നമുക്ക് ഈ വാലിനെ മുറിച്ചിട്ട് ഒരു ഭാഗമാക്കാം. എവിടെ മുറിക്കാം? ബോഡിയുടെ പകുതി വാലും. ബാക്കി വരുന്ന ഭാഗോ ഇത് മുറിച്ചിട്ട് ഒരു ഭാഗം ചെയ്യാം. കണ്ടല്ലോ, ഇപ്പിതാ എത്ര ഭാഗങ്ങളായി? 1, 2, 3, 4 ഭാഗങ്ങളായി. ഇതിന് നമുക്ക് പസിലെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ ആദ്യം ഉണ്ടായ പൂച്ചക്കുട്ടിയാക്കാം. അപ്പോ നമ്മുടെ കാറ്റിനെ മുറിച്ചിട്ട് പസിൽ ചെയ്യാനാക്കിയല്ലേ? ടീച്ചർ ഇതാ 4 കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒട്ടിച്ചിട്ട് ടീച്ചർ ആദ്യം കാണിച്ചു തന്നെ കാറ്റിനെ ഉണ്ടാക്കാം. ഫസ്റ്റ് നമുക്ക് കാറ്റിന്റെ ഭാഗം, തലഭാഗം ഒട്ടിക്കാം അല്ലേ? തലഭാഗമായി അല്ലേ? ഇനി നമുക്ക് ഏത് ഒട്ടിക്കാം? കാറ്റിന്റെ ലെഗ്, അത് കാൽഭാഗം ഒട്ടിക്കാം. ഇനി ഏതാ ഒട്ടിക്കണ്ടേ? കാറ്റിന്റെ ബോഡി. ഒട്ടിക്കുമ്പോ ശ്രദ്ധിക്കണേ, കറക്റ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. ഇനി എന്താണ് വേണ്ടേ? കാറ്റിന്റെ വാലില്ല അല്ലേ? വാല് വേണല്ലേ? ഇതുകൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നോക്കിയേ, നമ്മൾ ആദ്യം കണ്ട പൂച്ചയായില്ലേ? നമ്മൾ ഇതുപോലത്തെ പൂച്ചേനെ ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി പസിൽ രൂപത്തിലാക്കി അതിനെ ഒട്ടിച്ച് ചേർത്ത് ആദ്യത്തെ അതേപോലെയുള്ള പൂച്ച ഉണ്ടാക്കി. പപ്പീനെ ഉണ്ടാക്കി, കാറ്റിനെ ഉണ്ടാക്കി. കാറ്റിനുതാ 2 കണ്ണുകളുണ്ട്, 2 eyes, 2 ears, nose, tail and legs. Okay? നമ്മുടെ പപ്പിക്കും 2 eyes, nose, 2 ears, tail, 4 legs. ഓക്കെ, അപ്പൊ നമ്മള് പപ്പീനെ ഉണ്ടാക്കി പസിൽ ഉപയോഗിച്ചിട്ട് കാറ്റിനെ ഉണ്ടാക്കി.
പപ്പി. ഇത് കാറ്റ്. എന്തൊക്കെയുണ്ട്? 2 eyes, 2 ears, nose, 4 legs and tail. ഇവിടെ നമ്മുടെ കാറ്റിനും 2 eyes, 2 ears, nose, legs and tail. അപ്പൊ നമ്മള് പപ്പീനെയും കാറ്റിനെയും പസിൽ ചെയ്തു. ഇനി എന്റെ കൂട്ടുകാരെല്ലാരും ഇവിടേക്ക് നോക്കിയേ. ഇവിടേക്ക് നോക്കിയേ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ലുക്ക് ഇവിടെ നോക്കിയേ. ടീച്ചറിന് അവിടെ ഒരു ചിത്രം ഒട്ടിച്ചിട്ടുണ്ടല്ലേ? എല്ലാരും കണ്ടോ? നോക്കിയേ, എല്ലാരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ തന്നെ നോക്കണേ. ഈ ചിത്രത്തിൽ ആരൊക്കെയാ ഉള്ളേ? നല്ല ചിത്രാണല്ലേ? ഇതാരാ? നിങ്ങളെപ്പോലൊരു കുട്ടിയാ? നിങ്ങളെപ്പോലൊരു കുട്ടിയാണല്ലേ? ഇയാളെ നമുക്കറിയാലോ. ആരാ ഇത്? നമ്മളിപ്പോ പഠിച്ചല്ലോ, നമ്മുടെ പപ്പി. ഇതോ? ദിസ് ഈസ് എ ഗേൾ ആൻഡ് ദിസ് ഈസ് എ പപ്പി. ദിസ് ഈസ് എ ഗേൾ. ഒന്ന് പറഞ്ഞ ടീച്ചറിന്റെ കൂടെ. ഗേൾ. ദിസ് ഈസ് എ ഗേൾ. ദിസ് ഈസ് എ ഗേൾ. ഒന്നിതെല്ലാരും ഇവിടെ നോക്കിയേ. ടീച്ചറിനെ നോക്കിയേ ഒന്ന്. ലുക്ക് അറ്റ് മീ. പറഞ്ഞേ. ദിസ് ഈസ് എ ഗേൾ. ദിസ് ഈസ് എ ഗേൾ. ഒന്ന് പറഞ്ഞേ. ദിസ് ഈസ് എ ഗേൾ. പറഞ്ഞേ ഒന്ന്. ഗേൾ. ടീച്ചറിനെ നോക്കിയേ. ടീച്ചറിനെ നോക്കിയേ. ലുക്ക് അറ്റ് മീ ആൻഡ് പറഞ്ഞേ. ദിസ് ഈസ് എ ഗേൾ. ടീച്ചർ പറയുന്നത് നോക്കിയേ. ദിസ് ഈസ് എ ഗേൾ. ഇത് ദിസ് ഈസ് എ പപ്പി. ദിസ് ഈസ് എ പപ്പി. ഇത് കൂട്ടുകാർക്ക് അറിയാലോ. ഇത് പപ്പി. ദിസ് ഈസ് എ ഗേൾ ആൻഡ് ദിസ് ഈസ് എ പപ്പി. അതെല്ലാരും പറയണേ. ദിസ് ഈസ് എ girl. Very good. And this is a puppy. This is a ഉറക്കം പറഞ്ഞേ. Puppy. Very good. What are they doing? What are they doing? ഇവരെന്താ മക്കളെ ചെയ്യുന്നേ? ഒന്ന് നോക്കിയേ. ദേ ചിത്രം നോക്കണേ. ചിത്രത്തിലേക്ക് നോക്കണേ. ദേ ഒന്നെല്ലാരും നോക്കിയേ. ചിത്രത്തിലേക്ക് നോക്കണേ. What are they doing? ഇവരെന്താ ചെയ്യുന്നേ? ഗേളും പപ്പിയും കൂടെ എന്താ ചെയ്യുന്നേ? എന്തോ ചെയ്യാണല്ലേ അവര്? എന്ത് ചെയ്യാ മക്കളെ? അന്ന് പറഞ്ഞേ. ഇവരെന്ത് ചെയ്യാ? ഇവര് എന്തോ സംസാരിക്കാണല്ലേ? ഗേളും പപ്പിയും കൂടെ എന്തോ സംസാരിക്കാണല്ലേ? ഇവരെന്താ സംസാരിക്കുന്നേ? ഈ ഗേളിന്റെ പപ്പിയെ പറ്റി നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്. ഈ പപ്പിയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാണ്. ഗേളിന്റെ ഫ്രണ്ടാണ് ഈ പപ്പി. ഗേളിന്റെ ഫ്രണ്ടാണ് പപ്പി. ഈ ഗേളിന്റെ ആരാ പപ്പി? ആര്? ഒന്ന് പറഞ്ഞേ. ആരാ? പറ. ടീച്ചർ കേൾക്കട്ടെ. പറഞ്ഞേ. ആരാ? ഈ ഗേളിന്റെ ആരാണ് ഈ പപ്പി? ഉറക്കെ പറഞ്ഞേ. ആരാ? ഫ്രണ്ടാണല്ലേ? വെരി ഗുഡ്. ഗേളിന്റെ ഫ്രണ്ടാണ് പപ്പി. ഈ ഗേളിന്റെ ഫ്രണ്ടായ പപ്പീനെ പറ്റി നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് നോക്കാം നമുക്ക്? എന്താ നോക്കാം? അത് ഒരു പാട്ടിലൂടെയാണ് ആ ഗേൾ പറഞ്ഞു തരുന്നത്. ഈ പെൺകുട്ടി, അതായത് ഈ ഗേൾ, ഒരു പാട്ടിലൂടെയാണ് അവളുടെ ഫ്രണ്ടായ പപ്പിയെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ടീച്ചർ പാടി തരട്ടെ? ടീച്ചറെ പാട്ട് പാടി തരട്ടെ? നിങ്ങൾ പാട്ട് പാടണോ വേണ്ടെന്ന് പറ, എന്നാലേ ടീച്ചർ പാടുള്ളൂ. പാടണോ? ടീച്ചറിന്റെ കൂടെ പാടുവോ? എല്ലാരും ടീച്ചറിന്റെ കൂടെ പാടുവോ? എങ്ങനെ ടീച്ചർ പാടിത്തരാം. നമുക്ക് പാട്ട് പാടാം. എല്ലാരും കൈ കൊട്ടി ടീച്ചർ ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് പാട്ട് പാടണം. പാടുമല്ലോ? എല്ലാ കൂട്ടുകാരും പാടുവോ? എല്ലാ കൂട്ടുകാരും പാടുവോ? വെരി ഗുഡ്. അപ്പൊ നമുക്ക് നമ്മുടെ ഗേളിന്റെ
എന്താണ് പറയാനുള്ളത് പാട്ടിലൂടെ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ പാട്ട് എന്താണെന്ന് നോക്കാം. ടീച്ചറിന്റെ കൂടെ പാടണേ. നോക്കാം. My puppy has a dog house just outside my door. My puppy has a dog house just outside my door. He licks me when I pet him and wags his tail for more. He's always there beside me, no matter what I do. My puppy is my special friend and a family member too. ഒന്നുകൂടെ നോക്കാം. My puppy has a dog house just outside my door. He licks me when I pet him and wags his tail for more. He's always there beside me, no matter what I do. My puppy is my special friend and a family member too. ഇഷ്ടമായോ എല്ലാവർക്കും? ഇനി നമുക്ക് അതായത് ആക്ഷൻ കളിച്ച് പാടി നോക്കാം. നിങ്ങള് ടീച്ചറിന്റെ കൂടെ പാടണേ. പാടുമല്ലോ? നോക്കാം നോക്കാം. നമുക്ക് പാട്ടിന്റെ കൂടെ നമ്മുടെ പപ്പീനെയും കൂടെ കൂട്ടാല്ലേ? നമ്മുടെ പപ്പീനെയും കൂടെ കൂട്ടാല്ലേ? നോക്കണേ. My puppy has a dog house just outside my door. My puppy has a dog house just outside my door. He licks me when I pet him and wags his tail for more. He licks me when I pet him and wags his tail for more. He always there beside me, no matter what I do. He always there beside me, no matter what I do. My puppy is my special friend and family member too. My puppy is my special friend and family member too. ഇഷ്ടായോ? ഒന്നുകൂടെ പാടാല്ലേ? ഒന്നുകൂടെ പാടാം. My puppy has a dog house just outside my door. My puppy has a dog house just outside my door. He licks me when I pet him and wags his tail for more. He licks me when I pet him and wags his tail for more. He always there beside me, no matter what I do. He always there beside me, no matter what I do. My puppy is my special friend and family member too. അപ്പൊ മക്കളെല്ലാരും ടീച്ചറിന്റെ കൂടെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നോ? എല്ലാവർക്കും ഇഷ്ടായോ പാട്ട്? നമ്മുടെ ഗേളിന്റെ ഫ്രണ്ടായ പപ്പീനെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് എല്ലാവർക്കും കേട്ടല്ലോ? എല്ലാരും കേട്ടല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ എന്താ പറഞ്ഞേന്ന്? ഒന്നുകൂടെ പറഞ്ഞേന്നോ ടീച്ചറ്? ഒന്നുകൂടെ പറഞ്ഞുതരാം അല്ലേ? മൈ പപ്പി ഹാസ് എ ഡോഗ് ഹൗസ്. എന്താ എന്റെ പപ്പിക്ക് എവിടെയല്ലേ? ജസ്റ്റ് ഔട്ട്സൈഡ് മൈ ഡോർ. അതായത് എന്റെ ഡോറിന്റെ തൊട്ടടുത്തായിട്ട് എന്റെ പപ്പിക്ക് ഒരു ഡോഗ് ഹൗസ് ഉണ്ട്. He licks me when I pet him and wags his tail for more. എന്താ? ഞാൻ എന്റെ പപ്പിയെ തലോടുമ്പോ അവൻ എന്നെ നക്കും. കൂടാതെ എന്ത് ചെയ്യും? വാല് ആട്ടും അല്ലേ? He licks me when I pet him and wags his tail for more. He always there beside me, no matter what I do. അവൻ എന്നും എന്റെ അരികിലുണ്ടാവും. ഞാൻ എന്ത് ചെയ്യുന്നു എന്നത് അവന് വിഷയമല്ല. അവനെ ഞാൻ മൈൻഡ് ചെയ്തില്ലെങ്കിലും അവനെ ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും അവൻ എന്നും എന്റെ അരികിൽ തന്നെ ഉണ്ടാവും. മൈ പപ്പി ഈസ് മൈ സ്പെഷ്യൽ ഫ്രണ്ട്. എന്റെ പപ്പി എന്നും എന്റെ സ്പെഷ്യൽ ഫ്രണ്ട് ആണ്. ആൻഡ് ഫാമിലി മെമ്പർ ടു. എന്റെ ഫാമിലി മെമ്പറെ പോലെയാണ്. എന്റെ പപ്പി എന്നും എന്റെ സ്പെഷ്യൽ ഫ്രണ്ട് ആണ്. എന്റെ ഫാമിലി മെമ്പറെ പോലെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ അതുപോലെ ഒരു സ്പെഷ്യൽ ഫ്രണ്ട്? അതുപോലെ ആ ഗേളിന്റെ പപ്പി സ്പെഷ്യൽ ഫ്രണ്ട് ആണ്. എന്റെ മക്കൾക്കും എല്ലാവർക്കും ഉണ്ടാവല്ലോ ഒരു സ്പെഷ്യൽ ഫ്രണ്ട്. എല്ലാവർക്കും ഉണ്ടാവില്ലേ? ടീച്ചർക്ക് അവസാനം പറഞ്ഞു തരണേ നിങ്ങളുടെ സ്പെഷ്യൽ ഫ്രണ്ട് ആരാണെന്ന് പറഞ്ഞു തരണേ. ഇനി നമുക്ക് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായോന്ന് ടീച്ചർക്ക് അറിയണ്ടേ? അതിനു വേണ്ടിയിട്ട് ടീച്ചർ കുറച്ച് വർക്ക് തരട്ടെ. എന്റെ മക്കളെല്ലാരും ചെയ്യൂ. എല്ലാരും
ചെയ്യൂലേ? നിങ്ങള് ഈ വർക്ക് ചെയ്തിട്ട് കാണിക്കുമ്പോ വീട്ടിലെല്ലാവർക്കും സന്തോഷാവല്ലേ? അല്ലേ? എന്റെ മക്കള് എല്ലാം പഠിച്ചിട്ട് വീട്ടിലെല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. അപ്പൊ വർക്ക് തരട്ടെ ടീച്ചറ്? നമ്മൾ ആദ്യം ഈ ഒരു പപ്പീനെ പഠിച്ചില്ലേ? ഈ പപ്പിയെ നമ്മൾ എന്ത് ചെയ്തു? മുറിച്ചിട്ട് പസിലാക്കി, അല്ലേ? ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? നമ്മൾ ഇതിനെ മുറിച്ച് മുറിച്ച് പസിലാക്കി ഒട്ടിച്ചില്ലേ? അതുപോലെ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ഇതുപോലൊരു പപ്പീനെ വരക്കാൻ അറിയാത്തവർ എന്ത് ചെയ്യണം? അച്ഛനോടോ അമ്മയോടോ ആർക്കാ വരക്കാൻ അറിയുന്ന അവരോട് വരച്ചു തരാൻ പറയണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ചിത്രം കിട്ടുമല്ലോ, ആ ചിത്രം വെട്ടിയെടുത്തിട്ട് അതിനെ ടീച്ചർ മുറിച്ചതുപോലെ മുറിച്ചിട്ട് കുറെ കഷ്ണങ്ങളാക്കുക. മുറിച്ചും കഷ്ണങ്ങളാക്കിയിട്ട് ടീച്ചർ ചെയ്ത പോലെ പസിൽ ഉണ്ടാക്കണം. ചെയ്യോ എന്റെ മക്കള്? ചെയ്യോ? ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു പപ്പിയുടെ ഫോട്ടോ എടുക്കുക. നേരത്തെ ടീച്ചർ കാറ്റിന്റെ മുറിച്ചു തന്നില്ലേ? അതുപോലെ ഇതിനെ മുറിച്ചിട്ട് കുറെ പാർട്സ് ആക്കുക. എന്നിട്ട് അത് യോജിപ്പിച്ച് വെച്ചിട്ട് ഒരു പപ്പിയെ ഉണ്ടാക്കുക. മനസ്സിലായോ? ഇതെല്ലാരും ചെയ്യൂ. ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചറിന് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുക്കും അല്ലേ? പപ്പീനെ ചെയ്ത് കഴിഞ്ഞവർക്ക് കാറ്റിനെ ചെയ്യാം, പശുവിനെ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാത്തിനെയും ഇതുപോലെ ചെയ്യാം. ഇതുപോലെ ചിത്രം എടുത്ത് വെട്ടിയെടുത്ത് അതിനെ പസിൽസ് ആക്കിയിട്ട് ചെയ്യാം. അപ്പൊ എന്റെ മക്കളെല്ലാം ചെയ്യുമല്ലേ? അമ്മമാരോടും അച്ഛനോടും നിങ്ങളുടെ ഏച്ചിമാരോടും ഒക്കെ സഹായിക്കാൻ പറയണം കേട്ടോ. ഈ പപ്പിക്കുട്ടിയുടെ വാല് പോയി. എന്ത് ചെയ്യണം? ഈ പപ്പിക്കുട്ടിക്ക് ഒരു വാല് വരയ്ക്കണം. ചെയ്യല്ലോ? ഈ പപ്പിക്കുട്ടിക്ക് ഒരു വാല് വരച്ചു കൊടുക്കണം. അപ്പൊ എന്റെ മക്കള് ഈ ആക്ടിവിറ്റീസും ചെയ്യണം. ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. പാട്ട് നന്നായി പാടണം. എല്ലാവർക്കും പാട്ട് കേൾപ്പിച്ചു കൊടുക്കണം. നല്ല മക്കളായിട്ട് പഠിക്കണം കേട്ടോ. പ്രിയ രക്ഷിതാക്കളെ, ബ്രൂണോ ദ പപ്പി എന്ന പാഠഭാഗത്തിലെ ചെറിയൊരു ഭാഗമാണ് ഇന്നിവിടെ തന്നിട്ടുള്ളത്. ഇത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുക കുറച്ച് പ്രയാസമേറിയ കാര്യമാണെന്നറിയാം. എങ്കിലും നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. തന്ന ഓരോ ഭാഗങ്ങളും നിർത്തി കാണിക്കുകയും അത് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കുട്ടികളിലേക്ക് ആശയം എത്തിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അടുത്ത ഭാഗങ്ങളിലേക്ക് കടക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് കൊടുത്ത ഓരോ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ പിന്തുണ നൽകുകയും കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുക. കുട്ടികൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും പ്രോത്സാഹനം നൽകുക. നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു.